ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിലെ പൈപ്പിൻ്റെ ഹോൾ അടക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എ സി ഫിറ്റ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ഈ ഡ്രെയിനേജ് ലൈൻ ഉണ്ടാവില്ലേ, അതിൻ്റെ അവിടെ ചെറിയ നെറ്റ് അല്ലെങ്കിൽ കൊതുകുവല പോലത്തെ എന്തെങ്കിലും ഒന്ന് കെട്ടിക്കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഡ്രെയിനേജ് ലൈനിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് എ സി. പക്ഷേ തണുപ്പ് കാലമായാൽ നമ്മളത് കുറേ കാലത്തിന് ഒരു 4-5 മാസത്തിനൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എ സി ഓഫ് ആക്കിയിടും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രെയിനേജിനുള്ളിലൂടെ തേനീച്ച കയറും. തേനീച്ച കയറിയാൽ അത് നേരെ നമ്മളെ ഇൻഡോറിലെ പി സി ബോർഡിലേക്കും അതേപോലെ കോപ്പർ കോയിൽ ബ്ലോവർ അതുമല്ലൊക്കെ ഫുള്ള് ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. കാരണം അത് ഫുള്ള് അതിൻ്റെ ഉള്ളിലായിരിക്കും കൂടും അത് തേനീച്ച കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ എ സി ഓണാക്കുമ്പോൾ റൂമിലേക്ക് വെള്ളം വീഴും. അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കും. ആ ഡ്രെയിനേജിൻ്റെ ട്രേ ഉണ്ടല്ലോ, അതടക്കം ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കും. വെള്ളം വീഴുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ എ സി അഴിച്ച് നോക്കിയാൽ കുറേ പണിയുണ്ട്. കാരണം ഈ തേനീച്ചയുടെ പശ പോലത്തെ അതുണ്ടല്ലോ, അത് പോകാൻ ഒന്നാമത് നല്ല പണിയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അത് കളയാൻ വല്ല കെമിക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലിക്വിഡോ ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. അങ്ങനത്തെ ലിക്വിഡൊന്നും ഒന്നാമത്തെ ഇതുവരെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടില്ല നല്ല ഹൈറ്റുള്ള സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഔട്ട്ഡോർ വെക്കുക. എ സി ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ഔട്ട്ഡോറിൽ എന്തെങ്കിലും പണി വരുമ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് സ്കഫോൾഡിംഗ് ഒക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈസി ആയിട്ട് ടെക്നീഷ്യൻ വന്ന് സർവീസ് ചെയ്യുന്ന തരത്തിൽ ഉള്ളോടത്ത് നമ്മൾ ഔട്ട്ഡോർ വെക്കുക. കാരണം ഇൻവെർട്ടർ എ സി ആണെങ്കിൽ ഔട്ട്ഡോറിൻ്റെ പി സി ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആയാലും നമ്മളൊക്കെ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ അത് പി സി ബോർഡ് ഊരിക്കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ടെക്നീഷ്യൻക്ക് ഉതകുന്ന രീതിയിൽ ടെക്നീഷ്യൻക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഔട്ട്ഡോർ വെക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്കഫോൾഡിംഗ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഒന്ന് ടെക്നീഷ്യൻക്ക് റിസ്ക് ആണ്, രണ്ടാമത്തത് നമുക്ക് സർവീസ് ചാർജ് നല്ല കൂടുതലായിട്ട് വരും. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഇതേപോലെ തേനീച്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് പിന്നെ നമ്മൾ എ സി അഴിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ തേനൊക്കെ കളഞ്ഞിട്ട് അതേപോലെ പശ ഉണ്ടാവുമല്ലോ പി സി ബോർഡിനുള്ളിലൊക്കെ വന്നാൽ അത് ഫുള്ള് ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ടെസ്റ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഉരച്ചെടുക്കുക. എന്നാൽ കുറേ ദിവസം പണി ഉണ്ടാവും, അത് നല്ല ടൈം എടുക്കും. അപ്പോൾ നമ്മൾ സീസണിലൊക്കെയാണ് നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എ സി ഇല്ലാതെ തന്നെ കുറേ ദിവസം പിന്നെ നമ്മൾ കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഡ്രസ്സ് ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല, ചെറിയ ചെറിയ നെറ്റ് പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ കിണറിനൊക്കെ ഇടുന്ന വല ഉണ്ടാവില്ലേ, അത് വലയെങ്കിലും ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് നമ്മളെ ഡ്രെയിനേജ് ലൈനിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ തേനീച്ച കയറാനുള്ള ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സർവീസ് ചെയ്യാവുന്ന ടെക്നീഷ്യനോട് കൂടി ഇതൊന്ന് സൂചിപ്പിച്ച് കൊടുക്കുക. ഇനി കയറിയിട്ടില്ല എന്നെങ്കിൽ അത്ര ബെറ്ററാണ്. കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ അഴിച്ച 2-3 എ സികൾ പുതിയ എ സികളാണ്, 1 വർഷം പോലും ആയിട്ടില്ല. പക്ഷേ ഈ തേനീച്ച കയറിയാൽ നമ്മുടെ ഇൻഡോറിൻ്റെ കവർ ഉണ്ടാവില്ല, അതിൻ്റെ ഉൾസൈഡ് മൊത്തം പോയിട്ടുണ്ടായിരിക്കും. ആ പശ എത്ര നമ്മൾ കളഞ്ഞാലും അതിൻ്റെ ആ മാർക്കുണ്ടായിരിക്കും, ആ കറുത്തൊരു മാർക്ക്, അതൊരിക്കലും പോവില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു എന്തോ പോലെ. കാരണം പുതിയ എ സിയൊക്കെ തേനീച്ച കയറിയിട്ട് അങ്ങനെ നശിക്കുകയെന്ന് വെച്ചാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞാനീ പറഞ്ഞ പോലെ നെറ്റ് കെട്ടി കൊടുക്കുക. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സംശയം തേനീച്ച വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ സർവീസിന് വരുമ്പോൾ ഈ ടെക്നീഷ്യനോട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.